വഷളാക്കാൻ പോകരുത്. കാരണം ഇമാമ് തിരിച്ചു വരില്ല. നമ്മുടെ പള്ളികളിലൊക്കെ സാധാരണ കാണുന്നൊരു പ്രവർത്തനമാണത്. ഈ സുന്നത്ത് നഷ്ടപ്പെട്ടതിന് അവസാനം സഹുവിന്റെ സുജൂദ് ചെയ്യാനാണ് പരിഹാരം. ഒന്നാമത്തെ അത്തഹിയ്യാത്ത് നിസ്കാരത്തിന്റെ അബ്ആദ് സുന്നത്തുകളിൽപ്പെട്ടതാണ്. ആ സുന്നത്തിലേക്ക് നൃത്തം വിട്ടുകൊണ്ട് ഫർദ് വിട്ടുകൊണ്ട് അയാൾ വരാൻ പാടില്ല. അതുകൊണ്ട് അവിടെ ഇമാമിനെ ഉണർത്തി വഷളാകാൻ പോകരുത്. നിസ്കാരത്തെക്കുറിച്ച് അറിയുന്ന ആളുകൾ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കും, അതൊരു തെറ്റായ പ്രവണതയാണ്. ഇനി മഅ്മൂമും ഇമാമിന്റെ കൂടെ റുക്കൂ ചെയ്തു. മഅ്മൂം ഇമാമിന്റെ കൂടെ റുക്കൂ ചെയ്തു, ശേഷം താൻ ഫാത്തിഹ ഓതിയോ എന്ന് സംശയിച്ചാൽ നൃത്തത്തിലേക്ക് മടങ്ങാൻ പാടില്ല. അപ്പൊ ഇമാമ് സുജൂദിലേക്ക് പോയി, മഅ്മൂം സുജൂദിലേക്ക് പോയി. സുജൂദിൽ കിടക്കുമ്പോൾ ഇയാൾക്ക് സംശയം, ഞാൻ ഫാത്തിഹ ഓതിയോ ഇല്ലയോ. എന്നാൽ അവൻ പിന്നെ ഫാത്തിഹ ഓതാൻ വേണ്ടി നൃത്തത്തിലേക്ക് മടങ്ങാൻ പാടില്ല. എന്ത് ചെയ്യണം? ഒരു റക്അത്ത് പോയി. ഫാത്തിഹ ഓതിയില്ലെങ്കിൽ അവന്റെ ഒരു റക്അത്ത് പോയി. അവൻ ജമാഅത്തായിട്ടാണ് നിസ്കരിക്കുന്നത്. അതുകൊണ്ട് ഇമാമ് ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഇമാമോട് യോജിച്ചു. ഇനി ഇമാമ് സലാം വീട്ടിയതിന് ശേഷം ഇവൻ ഫാത്തിഹ ഓതിയിട്ടില്ലാത്തത് കൊണ്ട് ഒരു റക്അത്ത് നഷ്ടപ്പെട്ടു. ആ റക്അത്ത് രണ്ടാമത് നിസ്കരിക്കണം. മനഃപൂർവ്വം അവൻ ഫാത്തിഹ ഓതാൻ വേണ്ടി മടങ്ങിയാലോ അവന്റെ നിസ്കാരം ബാത്തിലാവും. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ജമാഅത്ത് മാത്രമല്ല നഷ്ടപ്പെടുക, ആ നിസ്കാരം തന്നെ ബാത്തിലാവും. ഇനി ഇമാമിന്റെ നൃത്തത്തിൽ ഫാത്തിഹ ഓതാൻ സമയം ലഭിക്കാത്തവനാണല്ലോ മസ്ബൂക്ക്. മസ്ബൂക്ക് എന്ന് പറയുന്ന ആള് ഇമാമിന്റെ നൃത്തത്തിൽ ഫാത്തിഹ ഓതാൻ സമയം കിട്ടാത്ത ആളാണ്, അവനാണ് മസ്ബൂക്ക്, പിന്തി തുറന്ന ആള്. റുക്കൂഴിൽ ഇമാമുമായി യോജിക്കാത്ത മസ്ബൂക്കിന് ആ റക്അത്ത് ലഭിക്കില്ല എന്ന കാര്യം ശ്രദ്ധിക്കണം. ഇതിനായി ഒറ്റയടിക്ക് ഓടി വന്ന് കൈകെട്ടി നിസ്കരിക്കരുത് എന്നുകൂടി നേരത്തെ പറഞ്ഞു. അതിന്റെ കാരണം നിസ്കാരത്തിന്റെ മൂന്നാമത്തെ ഫർദായ നൃത്തവും അഞ്ചാമത്തെ ഫർദായ റുക്കൂഴും ഒമ്പതാമത്തെ ഫർദായ തുമഅനീനത്തും ഒക്കെ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കാട്ടിക്കൂട്ടൽ മാത്രം അതാകും എന്നതുകൊണ്ടാണ്. അത് വളരെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. മനഃപൂർവ്വം മുൻകടന്ന മഅ്മൂമ് ഇമാമുമായി യോജിക്കാൻ മടങ്ങൽ സുന്നത്തുണ്ട്. മനഃപൂർവ്വം മുന്നോട്ട് പോയി അവൻ ഇമാമുമായി യോജിക്കാൻ വേണ്ടി പുറകോട്ട് വരലാണ് സുന്നത്ത്. മഅ്മൂമ് ഏത് പ്രവൃത്തിയും ആരംഭിക്കുന്നത് ഇമാമ് അത് ആരംഭിച്ചതിന് ശേഷവും അവൻ അതിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പും ആയിരിക്കലാണ് സുന്നത്ത്. ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ, മഅ്മൂമ് ഏത് പ്രവൃത്തിയും ആരംഭിക്കുന്നത് ഇമാമ് അത് ആരംഭിച്ചതിന് ശേഷവും ഇമാമ് അതിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പുമായിരിക്കലാണ് സുന്നത്ത്. ഇമാമ് സുജൂദ് ചെയ്ത് കഴിയുന്നതിന് മുമ്പ് നമ്മൾ സുജൂദ് ചെയ്യുക. എന്നാൽ ഇമാമ് സുജൂദ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ചെയ്യാവൂ. ഇമാമിന്റെ സുജൂദ് അവസാനിക്കുന്നതിന് മുമ്പ് നമ്മൾ സുജൂദിൽ എത്തുകയും വേണം. ഇതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. ഇമാമ് റുക്കൂവിന്റെ ശരിയായ അവസ്ഥയിൽ എത്തുവോളം സുജൂദിന്റെ സ്ഥാനത്ത് ഇമാമിന്റെ നെറ്റി പതിയുവോളം മഅ്മൂം റുക്കൂവിനും സുജൂദിനും വേണ്ടി കുനിയരുത്. ഈ കാര്യം ഒന്നുകൂടി മനസ്സിലാക്കുക. ഇമാമ് റുക്കൂവിന്റെ ശരിയായ അവസ്ഥയിൽ എത്തുവോളം, ഇമാമ് റുക്കൂവിനും എത്തുവോളം, അതുപോലെ തന്നെ സുജൂദാണെങ്കിൽ ഇമാമ് സുജൂദിൽ നെറ്റി വെക്കുവോളം മഅ്മൂം റുക്കൂവിനോ സുജൂദിനോ വേണ്ടി കുനിയരുത്. അപ്പോൾ ഇമാമ് റുക്കൂവിലെത്തിയിട്ടേ അതിന് കുനിയാവൂ, സുജൂദിലെത്തിയിട്ടേ മഅ്മൂം അതിനു വേണ്ടി കുനിയാവൂ. അതാണ് ഏറ്റവും ഉത്തമമായ രൂപം. ഇമാമിന്റെ ഓത്ത് കേൾക്കുന്ന മഅ്മൂം ഫാത്തിഹ കേട്ട് കഴിഞ്ഞ് ആമീൻ പറഞ്ഞ ശേഷം ഫാത്തിഹ ഓതണം. ഇമാമിന്റെ ഫാത്തിഹ മുഴുവൻ കേട്ട് ആമീൻ എന്ന് ഇമാമോട് ഒന്നിച്ച് പറഞ്ഞ് ശേഷം അവൻ ഫാത്തിഹ ആരംഭിക്കണം. ഇരിക്കുന്ന ഇമാമിനെ നിൽക്കുന്നവർക്ക് തുടരാം. ഇപ്പോൾ ഇരുന്ന് നിസ്കരിക്കുന്ന ഒരാളെ നിന്ന് നിസ്കരിക്കുന്നവർക്ക് തുടരാം. തയമ്മും ചെയ്ത് നിസ്കരിച്ചാൽ മടക്കേണ്ടതില്ലാത്തവരെ വുളൂ ചെയ്ത് നിസ്കരിക്കുന്നവർക്കും തുടരാം. ഒരാൾ തയമ്മും ചെയ്ത് നിസ്കരിക്കുന്നു എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട്, അവനെ തുടരാം. അവനെ വുളൂ ഉള്ള ആൾക്ക് തുടരാം. സ്ത്രീകളുടെ ഇമാം അവരുടെ മധ്യത്തിലാണ് നിൽക്കേണ്ടത്. ഇപ്പൊ സ്ത്രീകളാണ് ഇമാമ് നിൽക്കുന്നതെങ്കിൽ സ്ത്രീകൾക്കാണ് സ്ത്രീകൾ ഇമാമ് നിൽക്കുക. സ്ത്രീകൾക്ക് സ്ത്രീകൾ ഇമാമ് നിൽക്കുമ്പോൾ ഇമാം അവരുടെ മധ്യത്തിലാണ് നിൽക്കേണ്ടത്. മധ്യത്തിൽ എന്ന് പറഞ്ഞാൽ ഇടത്തും വലത്തും സ്ത്രീകൾ സമമാകലല്ല, ആ നിൽക്കുന്ന സ്ത്രീകളുടെ സമീപത്ത് തന്നെ അല്പം മുന്നിൽ നിൽക്കുക. കിതാബിലൊക്കെ പറഞ്ഞത് തഖിഫു ഇമാമത്തു ഹുന്ന വസ്തഹുന്ന എന്നാണ്. സ്ത്രീകളുടെ ഇമാമ് അവരുടെ മധ്യത്തിൽ നിൽക്കണം. അൽ മുറാദു അല്ലാ തതഖദ്ദമ അലൈഹിന്ന, അവരെക്കാൾ അല്പം മുന്തി നിൽക്കുക. ലാ തതഖദ്ദമ അലൈഹിന്ന, അവരെക്കാൾ വല്ലാതെ മുന്താതിരിക്കൽ എന്നതിന്റെ അർത്ഥം. അതായത് പുരുഷന്മാർ നിൽക്കുമ്പോൾ ഒരു സൊഫ് വളരെ മുന്നിലാണല്ലോ നിൽക്കുക, അങ്ങനെ നിൽക്കരുത്. ഇമാമ് നിൽക്കുന്ന സ്ത്രീ മറ്റുള്ളവരെക്കാൾ വളരെ മുന്നിൽ നിൽക്കാതെ അല്പം മുന്തി നിൽക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. ഉദാഹരണമായി ഇങ്ങനെ ഒരു ലൈനിൽ സ്ത്രീകൾ നിൽക്കുന്നുവെങ്കിൽ ഇമാമിനെ വേറിട്ടറിയത്തക്ക വിധം ഒരല്പം ഒരടി മുന്നോട്ട് കയറി നിൽക്കുക, അങ്ങനെ അവരുടെ സമീപത്തിൽ നിൽക്കുക. അതാണ് ഇതിന്റെ അർത്ഥം. ഇമാമാണെങ്കിലും ഒറ്റക്ക് നിസ്കരിക്കുന്നവനാണെങ്കിലും അവന്റെ മുന്നിൽ ഒരു മുഴത്തിന് 2/3 ഭാഗം ഉയരമുള്ള ഒരു മറയുണ്ടാവൽ സുന്നത്താണ്. ഒരു മുഴത്തിന്റെ 2/3 ഭാഗം, ഒരു മുഴത്തിന്റെ 2/3 ഭാഗം ഉയരമുള്ള ഒരു മറ നിസ്കരിക്കുന്നവന്റെ മുന്നിൽ ഉണ്ടായിരിക്കൽ സുന്നത്താണ്. മറ കിട്ടിയില്ലെങ്കിൽ ഒരു മുസല്ലയെങ്കിലും വിരിക്കണം. അതിനും കഴിയില്ലെങ്കിലോ 3 മുഴം അകലത്തിൽ, അതായത് നിസ്കരിക്കുന്ന ആളെ 3 മുഴം അകലത്തിൽ ഒരു വര വരക്കുക. നമ്മൾ സാധാരണഗതിയിൽ പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ വിശാലമായ പള്ളിയുടെ മധ്യത്തിലോ ഏറ്റവും ബാക്കിലോ പോയി നിസ്കരിക്കരുത്. മുന്നിലൊരു മറയുള്ള സ്ഥലത്ത്, നിങ്ങൾ കണ്ടിട്ടില്ലേ സാധാരണ പള്ളിയിൽ അറിവുള്ള ആളുകൾ നിസ്കരിക്കുമ്പോൾ ഒന്നുകിൽ ഒരു തൂണിൻ്റെ പുറകിൽ, അല്ലെങ്കിൽ ഏറ്റവും മുൻഭാഗത്ത്, അല്ലെങ്കിൽ വാതിലിൻ്റെ പൊളിയെങ്കിലും ഒന്ന് തുറന്നു വെച്ച് ആ രീതിയിൽ മുന്നിലൊരു മറയുണ്ടാക്കി വേണം നമസ്കരിക്കേണ്ടത്. ഒരു മറയും കിട്ടാത്ത സന്ദർഭത്തിൽ
ടവലോ മുസല്ലയോ മറ്റോ വീക്കുക, ഒന്നുമില്ലാത്ത സമയത്ത് ഒരു വര വരക്കുക. ഇന്ന് പള്ളിയിൽ വര വരക്കൽ പ്രായോഗികമല്ല. ആ വര വരക്കേണ്ടത് അവൻ 3 മുഴം അകലത്തിലാണ്. സാധാരണ നമ്മൾ എന്തെങ്കിലും ഒരു കസേരയോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു ഉയരമുള്ള സാധനമോ, 1 മുഴത്തിൻ്റെ 3/2 ഭാഗം ഉയരമുള്ള എന്തെങ്കിലും ഒരു സാധനം മുന്നിൽ വെച്ച് നിസ്കരിച്ചാൽ മതി. അതാണ് നിസ്കാരത്തിന്റെ ശരിയായ രൂപം. കാരണം വളരെ ശ്രദ്ധേയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ സ്വല്ലാ അഹദുക്കും ഫൽയജ്അൽ അമാമ വജ്ഹിഹി ഷൈഅ. ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അവന്റെ മുൻഭാഗത്ത് എന്തെങ്കിലും ഒന്ന് വെക്കട്ടെ. ഫഇല്ലം യജിദ്, ഒന്നും കിട്ടിയില്ല, ഫൽയൻസിബ് അസൻ, ഒരു വടിയെങ്കിലും കുത്തി നിർത്തട്ടെ. അതിനും കഴിഞ്ഞില്ലെങ്കിലോ ഫഇല്ലം യകുൻ, ഒരു വടിയും കിട്ടിയില്ല, ഫൽയഖുത്ത ഖത്തൻ, ഒരു വരയെങ്കിലും വരക്കട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞതാണ്, ഇത്തരം ഘട്ടത്തിൽ അഥവാ ഇങ്ങനെ ഒരു വരയോ മുസല്ലയോ അടയാളമോ വെച്ച് നിസ്കരിക്കുന്നവന്റെ മുന്നിൽ കൂടി മറ്റൊരാൾ നടക്കുമ്പോൾ അവനെ തടയാൻ ഇവൻ അവകാശമുണ്ട്. അങ്ങനെ തടയൽ സുന്നത്താണ്. മറയോടെ നമസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ നടക്കൽ ഹറാമുമാണ്. മറയോടെ ആരെങ്കിലും നിസ്കരിക്കുന്നു, അതിന്റെ അടുത്തുകൂടെ നടക്കൽ ഹറാമാണ് അവന്റെ മുന്നിലൂടെ. ജമാഅത്ത് നിസ്കാരത്തിൽ ഇമാം ഒരു പ്രവൃത്തി വിട്ടുപോയി, ഇത് മറ്റൊരു മസലയാണ്. ഇപ്പൊ ജമാഅത്ത് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നു, ഇമാം എന്തെങ്കിലും ഒരു പ്രവൃത്തി വിട്ടുപോയി. ഉദാഹരണമായി നമ്മുടെ ഇമാം നിസ്കാരത്തിന്റെ ക്രമം തെറ്റിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം മറന്നു. അങ്ങനെയൊക്കെ വന്നാൽ പിന്നിൽ നിസ്കരിക്കുന്ന ആള് അഥവാ മഅ്മൂമ് അയാളെ ഉണർത്താൻ വേണ്ടി സുബ്ഹാനല്ലാഹ് എന്ന് തസ്ബീഹ് ചൊല്ലണം. അങ്ങനെ ചിലർ സുന്നത്തുണ്ട്. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇമാമിനത് ഓർമ്മ വരും. ഇമാം 5ാമത്തെ റക്അത്തിലേക്ക് പോയെങ്കിൽ തിരിച്ചും ഇങ്ങോട്ട് വരും. അല്ലെങ്കിൽ 4 റക്അത്തുള്ള നിസ്കാരം 3-ൽ അവസാനിപ്പിച്ച് അത്തഹിയ്യാത്തിൽ എന്നാൽ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് ബാക്കി നിസ്കരിക്കാൻ ഓർമ്മ വരും. എന്തോ സംഭവിച്ചാൽ ഓർമ്മ വരും. സ്ത്രീകളാണെങ്കിൽ അവർ കൈ ഇങ്ങനെ കൊട്ടി ശബ്ദമുണ്ടാക്കുകയാണ് വേണ്ടത്. വലിയ ശബ്ദമില്ലാതെ കൈ കൊട്ടി ഇതുപോലെ കൊട്ടി ശബ്ദമുണ്ടാക്കണം. ഒറ്റക്കോ ജമാഅത്തായോ നിസ്കാരം പൂർത്തീകരിച്ചു കഴിഞ്ഞു, ഈ നിബന്ധനകളൊക്കെ പാലിച്ച് നമസ്കാരം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദിക്റിലും സ്വലാത്തിലും ഏർപ്പെടണം. ദിക്ർ ദുആ, നിസ്കാരത്തിന് അനുബന്ധമായ ദിക്ർ ദുആ, ആ ദിക്ർ ദുആയിലേക്കാണ് പിന്നെ നമ്മൾ പോകേണ്ടത്. നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്ർ ദുആ വളരെ പ്രധാനമാണ്. ആ ദിക്ർ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ദിക്റുകളെ കുറിച്ച് മാത്രം പറയാം. ദുആക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് നമസ്കാരത്തിന് ശേഷമുള്ള ദുആ. നമ്മൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ സലാം വീട്ടിയ ഉടനെ ചൊല്ലേണ്ടത് ഒരു പ്രത്യേക ദിക്റായി ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: അസ്തഗ്ഫിറുല്ലാഹൽ അളീം അൽ ഖദീം അർ റഹീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം മിൻ കുല്ലി ദംബിൻ വ ഖതീഅ വ അതൂബു ഇലൈഹി വ അസ്അലുക തൗബ اللهم أنت السلام ومنك السلام وإليك يرجع السلام تباركت ربنا وتعاليت يا ذا الجلال والإكرام اللهم أعني على ذكرك وشكرك وحسن عبادتك وتوفيق طاعتك وإيمانك يا الله. ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ആയത്തുൽ കുർസി ഓതുക. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുർസി എല്ലാവർക്കും അറിയാമല്ലോ. ആ ആയത്തുൽ കുർസി ഒരു തവണ ഓതുക. അതിനുശേഷം സുബ്ഹാനല്ലാഹ് എന്ന് 33 തവണ, അൽഹംദുലില്ലാ എന്ന് 33 തവണ, അല്ലാഹു അക്ബർ എന്ന് 33 തവണ, അത് 33 തവണകൾ വീതം ചൊല്ലിക്കഴിഞ്ഞ ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് ഒരു തവണ ചൊല്ലി 100 പൂർത്തീകരിക്കുക. ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 10 തവണ ചൊല്ലുക. അഫ്ദൽ ദിക്റായ ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 തവണ ചൊല്ലുക. ഇതാണ് നമസ്കാര ശേഷമുള്ള ദിക്ർ. സുബഹി നമസ്കാരത്തിൻ്റെയും മഗ്രിബ് നമസ്കാരത്തിൻ്റെയും ഉടനെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഇത് 10 തവണയും അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, ഇത് 7 തവണയും ചൊല്ലൽ സുന്നത്തുണ്ട്. അതിനുശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഓരോ നമസ്കാര ശേഷവും പ്രത്യേക ദുആ ഉണ്ട്. അത് വളരെ വ്യക്തമായി മനസ്സിലാക്കി, അതല്ലെങ്കിൽ നമുക്ക് എന്താണോ അള്ളാഹുവിനോട് ചോദിക്കുവാനുള്ളത് അത് അള്ളാഹുവിനോട് നമുക്കറിയാവുന്ന ഭാഷയിൽ ദുആ ചെയ്യുക. തീർച്ചയായും നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞ് ദുആ ചെയ്താൽ അള്ളാഹു ആ ദുആക്ക് ഉത്തരം നൽകും. ആ വിശ്വാസമാണ് ഈ ദുആ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവേണ്ടത്. ഇനി നമുക്ക് സുന്നത്ത് നമസ്കാരത്തെക്കുറിച്ച് പരിശോധിക്കാം.
ഇപ്പോൾ നാം ഫർദ് നമസ്കാരങ്ങളെക്കുറിച്ചും ജമാഅത്ത് നമസ്കാരങ്ങളെക്കുറിച്ചും പൊതുവേ നിസ്കാരങ്ങളെക്കുറിച്ചുമാണ് പറഞ്ഞത്. ഒരുപാട് സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. ഈ സുന്നത്ത് നമസ്കാരത്തിന് വലിയ പ്രത്യേകതയുമുണ്ട്. അതുകൊണ്ട് തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ ജമാഅത്ത് സുന്നത്തുള്ളവയും ജമാഅത്ത് സുന്നത്തില്ലാത്തവയുമുണ്ട്. ഈ സുന്നത്തുകളിൽ തന്നെ അതിൻ്റെ ക്രമം, ശ്രേഷ്ഠതകളിലുള്ള ക്രമം വ്യത്യസ്തമാണ്. എല്ലാ സുന്നത്ത് നമസ്കാരത്തിനും ഒരേ ശ്രേഷ്ഠതയല്ല. സുന്നത്ത് നമസ്കാരങ്ങളുടെ ശ്രേഷ്ഠതാക്രമം കിതാബുകളിൽ വിശദീകരിച്ചത് ഇങ്ങനെയാണ്: അഫ്ളലുൻ നഫ്ലി ഈദുൻ അക്ബർ. സുന്നത്ത് നമസ്കാരത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് വലിയ പെരുന്നാൾ നിസ്കാരമാണ്. ഫ അസ്അർ, പിന്നെ ചെറിയ പെരുന്നാൾ നിസ്കാരം. അത് കഴിഞ്ഞാൽ കുസൂഫ് അഥവാ സൂര്യഗ്രഹണ നമസ്കാരം. അത് കഴിഞ്ഞാൽ ഹുസൂഫ് ചന്ദ്രഗ്രഹണ നമസ്കാരം. ഫസ്തിസ്കാ, പിന്നെ മഴയെ തേടുന്ന നമസ്കാരം. ഫ വിത്റുൻ, പിന്നെ വിത്ർ നിസ്കാരം. അതിനുശേഷം ഫറകഅത ഫജ്റിൻ, സുബഹിയുടെ 2 റകഅത്ത് റവാത്തിബ് സുന്നത്ത്, സുബഹിക്ക് മുമ്പുള്ള 2 റകഅത്ത് സുന്നത്ത്. അതാണ് പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത്. ഫ ബഖിയത്തുർ റവാത്തിബി, ബാക്കിയുള്ള ഫർദ് നിസ്കാരത്തിന്റെ മുമ്പും ശേഷവുമുള്ള സുന്നത്തുകൾക്കെല്ലാം ഒരേ